الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആസന്നമായി രണ്ടാമത്തെ നോമ്പിൽ നമ്മൾ പ്രവേശിച്ചു. വളരെ ഭംഗിയായി തന്നെ ഈ റമദാൻ നമ്മിൽ നിന്നും വിടവാങ്ങേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഇബാദത്ത് എന്നുള്ളത് റമദാനിൽ നോമ്പ് തന്നെയാണ്, അള്ളാഹു ഫർളാക്കിയ നോമ്പ്. എന്നാൽ നോമ്പിൽ മാത്രം നമ്മുടെ ചിന്തകൾ ഒതുങ്ങേണ്ടതല്ല. ധാരാളം ഇബാദത്തിൻ്റെ ഒരു മാസമാണ് റമദാൻ. വൈവിധ്യമാർന്ന ഇബാദത്തുകൾ ഈ ഒരു മാസത്തിൽ നിർവഹിക്കാൻ നമ്മളൊക്കെയും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ആരാധനകളിൽ വൈവിധ്യം വെച്ചു. വ്യത്യസ്തങ്ങളായ ആരാധനകൾ നമുക്ക് നിശ്ചയിച്ചു തന്നു. ശരീരം കൊണ്ട്, ബാഹ്യാവയവങ്ങൾ കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകളുണ്ട്, നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ആരാധനകൾ, ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഇബാദത്ത് ആരാധനകൾ, സമ്പത്ത് കൊണ്ട് ഒക്കെ, ഇങ്ങനെ വൈവിധ്യങ്ങളായ ആരാധനകൾ മനുഷ്യന് മടുപ്പും അലസതയും ഒന്നും ഉണ്ടാകാതിരിക്കാനാണ്, അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്താനും. നമ്മളെ അള്ളാഹു എന്തിനാണോ സൃഷ്ടിച്ചത് ആ ഒരു ലക്ഷ്യം, നമ്മെ സൃഷ്ടിച്ചത് അതിനാണല്ലോ, അള്ളാഹുവിന് വഴിപ്പെടാൻ, അവനനുസരിക്കാൻ, അവന് ഇബാദത്ത് ചെയ്യാൻ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങളെ നാം സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ദുനിയാവിലെ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് തന്നെ. അതിനുള്ള നല്ലൊരു അവസരമാണ് വിശുദ്ധ റമദാൻ. ഈ റമദാനിൻ്റെ പ്രത്യേകതകളിൽ മുഖ്യമാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ജനങ്ങൾക്ക് സന്മാർഗമായി കൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, മുൻകഴിഞ്ഞ നബിമാർക്കൊക്കെ അല്ലാഹു തആല നൽകിയ വേദഗ്രന്ഥങ്ങളൊക്കെ അവതീർണമായിട്ടുള്ളതും റമദാനിൽ തന്നെയാണ്. റമദാനിന് അങ്ങനെ കുറച്ച് മേന്മകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത സ്വഹഫ് ഏടുകൾ, മൂസാ നബിയുടെ തൗറാത്ത്, ഈസാ അലൈഹി സ്വലാമിന് കിട്ടിയ ഇഞ്ചീൽ, ഈ വേദഗ്രന്ഥങ്ങളൊക്കെ അള്ളാഹു തആല റമദാനിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ അള്ളാഹു എല്ലാ നബിമാർക്കും നൽകിയ വേദഗ്രന്ഥങ്ങളെക്കാൾ ഫദിലിൽ, സ്ഥാനം കൊണ്ട് ഒന്നാമതാണ് വിശുദ്ധ ഖുർആൻ. കാരണം അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ മുഅ്ജിസത്തുകളിലൊന്നാണ്. മുഅ്ജിസത്ത് അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഒരു സൃഷ്ടിക്കും അതുപോലൊന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം അത് സ്രഷ്ടാവിൻ്റെ വചനങ്ങളാണ്, അത്ഭുതമാണ്. മുൻകഴിഞ്ഞ വേദങ്ങൾ കൊണ്ടൊന്നും അല്ലാഹു തആല ഒരു ജനതയെയും വെല്ലുവിളിച്ചിട്ടില്ല.
തൗറാത്ത് കൊണ്ടോ കഴിയാത്തത് കൊണ്ടല്ല, അല്ലാഹു തആല അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അവർക്കൊക്കെ ഓരോ നബിമാർക്കും വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങൾ, അവർ നബിമാരാണ് എന്ന് തങ്ങളുടെ ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ട ചില കാര്യങ്ങളൊക്കെ അള്ളാഹു ആയാത്തുകൾ കൊടുത്തയച്ചിട്ടുണ്ട്, ദൃഷ്ടാന്തങ്ങൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കിട്ടി. അതിൽ ഏറ്റവും മുഖ്യമാണ് നിലയ്ക്കാത്ത അന്ത്യനാൾ വരെ ശേഷിക്കുന്ന ആയത്താണ്, മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. വലിയ അത്ഭുതമാണ് ആ ഗ്രന്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങി 23 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് നൽകിയ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ കലാം എന്നാണ് അതിനെ നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹു സംസാരിച്ച അവൻ്റെ വചനങ്ങളാണ്. അത് ജിബ്രീൽ എന്ന മലക്ക് വഴിയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചത്. പക്ഷെ ആ അവതരണത്തിൻ്റെ ആരംഭം വിശുദ്ധ റമദാനിലായിരുന്നു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, റമദാനിൽ തന്നെയും. അപ്പോൾ റമദാൻ എന്നുള്ളത് മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാസമാണ്. അതിൽ തന്നെ റമദാനിൽ ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു തആല ഇറക്കിയത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വർഷത്തിലെ ഏറ്റവും ഉന്നതമായ രാത്രി, 1000 മാസത്തേക്കാൾ, ഖൈറു മിൻ അൽഫി ഷഹർ. ഒരു മനുഷ്യൻ 1000 മാസം ഇബാദത്തുകളിൽ മുഴുകിയാൽ കിട്ടുന്നതിനേക്കാൾ പുണ്യം, പ്രതിഫലം കിട്ടുന്ന ഒരൊറ്റ രാത്രി. ആ രാത്രി ഉള്ളത് റമദാനിലാണ്. അപ്പോൾ ഏറ്റവും മികച്ച മാസത്തിൽ ഉന്നതമായ രാത്രിയിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉന്നതമായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അത്യുത്തമരായ പ്രവാചകരിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തു. അതുതന്നെയും ഈ ഉമ്മത്ത് ഉത്തമ സമുദായമായി തീരുകയും ചെയ്തു. ഖുർആനിൻ്റെ അവതരണത്തോടുകൂടി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തോടുകൂടി. ആലോചിക്കുക, ഈ ഉമ്മത്ത് ഏറ്റവും ഉത്തമ സമുദായമാണ്. നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നബിമാരിൽ തിരഞ്ഞെടുത്തു, വിശുദ്ധ ഖുർആൻ നൽകി. അപ്പോൾ ഈ ഖുർആൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, സഹോദരങ്ങളെ, ഖുർആനിൻ്റെ മാസം കൂടിയാണല്ലോ ഷഹ്റു റമദാൻ. നമ്മൾ ധാരാളം തിലാവത്ത്, പാരായണം നടത്തേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ കലാം. ആ ഖുർആൻ അതിൻ്റെ ആശയം അറിയാനും പഠിക്കാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ ഒരു മാസം തിലാവത്തിന് കൂടി, പാരായണത്തിന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അർത്ഥം അറിയില്ലെങ്കിൽ, നമ്മൾ അറബി അക്ഷരങ്ങളൊക്കെ ഹറക്കത്തിട്ട് വായിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ പാരായണത്തിൻ്റെ ഏകദേശ നിയമങ്ങളൊക്കെ നമുക്ക് അറിയുമെങ്കിൽ നമ്മളത് നിത്യവും പാരായണം ചെയ്യണം. ഇനി അറിയാത്തവരാണെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം. അറിയാത്തവരാണെങ്കിൽ, നമ്മൾ ചെറുപ്പം മുതലേ മദ്രസകളിൽ പഠിച്ചു പോരുന്നതാണ്, ഖുർആൻ ഓതി പഠിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് കേവല പാരായണം പോലും അറിയാത്ത ആളുകൾ ധാരാളമാണ് നമ്മുടെ സമൂഹത്തിൽ. ദീനുമായി തീരെ ബന്ധമില്ലാതെ ജീവിക്കുന്ന, പേരുകൊണ്ട് മാത്രം മുസ്ലിങ്ങളായി ജീവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആനൊന്ന് വായിക്കാൻ പഠിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണല്ലോ. സഹോദരങ്ങൾ, നമ്മൾ ഇനിയും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. പഠിക്കാനുള്ള ഒരുപാട് സംരംഭങ്ങൾ ഇന്ന് ഉണ്ട്, ധാരാളമാണ്. വീട്ടിലിരുന്നുകൊണ്ട് ഇനി ഒരു ഗുരുനാഥൻ്റെ അടുക്കിലേക്ക് പോയി ഒരു ഉസ്താദ് ഇല്ലാതെ പോലും ഓൺലൈനായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ പോലും ഇന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ഉദ്ർ പറയാനൊന്നും നമുക്ക് യാതൊരു വഴിയുമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങളൊക്കെ എല്ലാം എളുപ്പമായി കഴിഞ്ഞു. അറിവ് അന്വേഷിക്കുന്നവർക്ക്, ഖുർആൻ പഠിക്കാൻ വായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു തആല ഈ കാലഘട്ടത്തിൽ ഒരുക്കി വച്ചിരിക്കുകയാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന എന്നാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അവന് അതിലൂടെ ഒരു ഹസനത്തുണ്ട്. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. ഒരു ഹസനത്ത് അത് 10 ഇരട്ടിയാണ്. ആലോചിച്ച് നോക്കും. പണ്ഡിതന്മാർ ഖുർആനിൻ്റെ ഹുറൂഫുകൾ, അക്ഷരങ്ങളെ എണ്ണി. അപ്പോൾ ഒരു മനുഷ്യൻ ഖുർആൻ ഖത്മ് ചെയ്താൽ അയാൾക്ക് 3 മില്യണിലധികം പ്രതിഫലം കിട്ടുമെന്നാണ്. ആലോചിച്ച് നോക്കൂ, ഒരു റമദാൻ കഴിഞ്ഞ് ഒരു ഖത്മെങ്കിലും നമുക്ക് തീർക്കാൻ കഴിഞ്ഞാൽ എത്ര ഹർഫുകളുണ്ട്. ഏറ്റവും കുറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സൽക്കർമ്മത്തിനും അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനം, ഒരു സൽക്കർമ്മത്തിന് 10 ഇരട്ടിയാണ്. അത് 10 പ്രാവശ്യം ചെയ്തതുപോലെ ഉണ്ടാവും. അലിഫ് ലാം മീം എന്ന് ഓതുന്നത്, അലിഫ് ഒരക്ഷരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. ഒരാൾ അലിഫ് എന്ന അക്ഷരം ഉച്ചരിച്ചാൽ അത് 10 പ്രാവശ്യം പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ഏറ്റവും ചുരുങ്ങിയതാണ്. ചിലപ്പോൾ അയാളുടെ ഇഖ്ലാസിനും അയാളുടെ താല്പര്യത്തിനും
അറിയാനുള്ള ആഗ്രഹത്തിനൊക്കെ അനുസരിച്ച് വീണ്ടും അത് വർദ്ധിപ്പിക്കുമെന്നാണ്. 10 ഏറ്റവും കുറഞ്ഞ കണക്കാണ്. നമ്മൾ അങ്ങനെ ആഗ്രഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി ഓതുക, പഠിക്കുക. ഇനി കേവല പാരായണമായാലും കുഴപ്പമില്ല. അത് നമ്മൾ റമദാനിൽ കൂടുതലായി അർത്ഥം അറിയില്ലെങ്കിലൊന്ന് പാരായണം ചെയ്യുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത് ഒരിക്കലും വെറും ബാഹ്യമായ ഓതലിന് വേണ്ടി മാത്രമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഇറക്കിയത് അതിൽ ഉറ്റാലോചിക്കുവാൻ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ. ഖുർആൻ ഇറക്കിയത് അതിനാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനാണ്. ഖുർആനിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനാണ്. അപ്പോൾ നിത്യവും ഖുർആനിൻ്റെ സന്ദേശങ്ങൾ അറിയാൻ, പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി റമദാനിലോ മറ്റ് സന്ദർഭങ്ങളിലോ വെറും അക്ഷരങ്ങൾ വായിക്കുന്ന അക്ഷരവായന നടത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, അതയാൾക്ക് ബറക്കത്താണ്. പക്ഷേ ജീവിതത്തിൽ നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് ഖുർആനിൻ്റെ ആശയങ്ങൾ അറിയാൻ നമ്മളൊക്കെയും ശ്രദ്ധിക്കണം. മതപ്രഭാഷണങ്ങളിലൂടെ, ഖുത്ബകളിലൂടെ, ഖുർആൻ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ ആ സദസ്സിൽ പങ്കെടുത്ത് ഖുർആനിൻ്റെ സന്ദേശം പഠിക്കാൻ ശ്രമിക്കുന്നവരാകണം നമ്മൾ. അതിലൊന്നും ശ്രദ്ധയില്ലാതെ കേവല പാരായണത്തിൽ മാത്രം ഒതുങ്ങുന്നതാണെങ്കിൽ അതത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല, ആക്ഷേപാർഹമാണ്. കാരണം അല്ലാഹു തആല കിതാബ് ഇറക്കിയത് കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, അനുഗ്രഹീത ഗ്രന്ഥം നാം ഇറക്കിയതിൽ യദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ വചനങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കാനാണ്, ചിന്തിക്കാനാണ്, ചിന്തിച്ച് മനസ്സിലാക്കാനാണ്. ആ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നമ്മുടെ അഖീദയായി, വിശ്വാസമായി മാറണം. അതിലുള്ള വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മത്തിലേക്ക് വരണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം ഇറക്കിയത്. ഒരായത്ത് കേൾക്കുമ്പോൾ, ആയത്തിൻ്റെ സന്ദേശം വരുമ്പോൾ അവിടെ നിൽക്കുന്നവരാകണം നമ്മൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അങ്ങനെയായിരുന്നു. ഒരു വിഷയത്തിൽ ഒരു വചനം ഇറങ്ങിയാൽ അവിടെ നിൽക്കും അവർ. അതിന് വിരുദ്ധമായി അപ്പുറത്തേക്ക് കടക്കൂല, അതിന് വിരുദ്ധമായ ഒരു കാര്യം പ്രവർത്തിക്കില്ല. അത് നമ്മളൊക്കെയും ജീവിതത്തിൽ പാലിക്കേണ്ടവരാണ്. ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ തന്നെ സൂറത്ത് ശുഅറയിലെ 192 മുതൽ 95 വരെയുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ വിശേഷിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്നാണ്. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൻ്റെ അവതീർണമാണ് ഈ ഖുർആൻ. അപ്പോൾ ഖുർആനിൻ്റെ ഒന്നാമത്തെ മേന്മയാണ് ഇത് ഇറങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ്. 7 ആകാശങ്ങൾക്കുപരിയിൽ, അർഷിൻ്റെ ഉപരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച വചനങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഉന്നതിയിൽ നിന്നാണ് ആ ഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉന്നതമാണത്. അതാരാണ് കൊണ്ടുവന്നത്? നസല ബിഹി റൂഹുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലാണ് ഈ വഹിയുമായി വന്നത്, ഖുർആനുമായി. അപ്പോൾ ചില്ലറക്കാരനല്ല. ജിബ്രീൽ എന്നാൽ സയ്യിദുൽ മലായിക്കയാണ്, മലക്കുകളുടെ നേതാവാണ്. അപ്പോൾ ജിബ്രീൽ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ, അതിന് സ്ഥാനം കൂടി. അള്ളാഹുവിൽ നിന്ന് അവതരിച്ചു, അത് ജിബ്രീലിൻ്റെ കയ്യിൽ കൊടുത്തു. മാത്രമല്ല അത് മനുഷ്യരിൽ ആർക്കാണ് നൽകിയത്? അലാ ഖൽബിക, പ്രവാചക തിരുമേനിയോടാണ് പറഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി, മനുഷ്യകുലത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത അവൻ്റെ സ്വഫത്താണ്, അള്ളാഹു സെലക്ട് ചെയ്ത ആളാണ്. ആദം മക്കളിൽ ഏറ്റവും ഉന്നതൻ എന്നല്ല, സൃഷ്ടികളിൽ തന്നെ അഫ്ദൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്കാണ് അല്ലാഹു തആല അലാ ഖൽബിക, പ്രവാചകരെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കിയെന്നാണ്. ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ താക്കീതുകാരിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി. ഇപ്പോൾ ഖുർആനിൻ്റെ ഫദ്ൽ ആലോചിച്ച് നോക്കിയേ. അല്ലാഹു തആലയിൽ നിന്നിറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തു. ഇതാണ് ഖുർആൻ. ആ ഖുർആനിൻ്റെ ഫദ്ലാണ്. മാത്രമല്ല തീർന്നില്ല, ആ ഖുർആൻ ഇറക്കിയ ഭാഷ ഏതാണ്? ബിലിസാനിൻ അറബിയിൻ മുബീൻ, അറബി ഭാഷയിലാണ്. അത് ലുഗാത്തുകളിൽ, ഭാഷകളിൽ ഏറ്റവും അഫ്ദലാണ് അറബി ഭാഷ. അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കി. ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഖുർആൻ വേറെ ഏത് ഭാഷയിലാണെങ്കിലും ഇത്രയേറെ മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ആകർഷണീയമായൊരു വചനമായി തീരുമായിരുന്നില്ല. മാത്രമല്ല വെല്ലുവിളി നടത്തിയത്, അല്ലാഹു തആല വെല്ലുവിളി നടത്തിയത് ലോകരെ മുഴുവൻ സൃഷ്ടികളെയും. ഇൻ കുന്തും ഫി റൈബിൻ മിമ്മ നസ്സൽനാ അലാ അബ്ദിന ഫഅതു ബിസൂറ, ഒരു സൂറ എങ്കിലും കൊണ്ടുവരാൻ അല്ലാഹു തആല സൃഷ്ടികളെ വെല്ലുവിളിച്ചത് ഈ വിശുദ്ധ ഖുർആനിലൂടെയാണ്. അത് അറബി ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. സഹോദരങ്ങൾ, ആ വെല്ലുവിളി ഇന്നും തുടരുന്നു. മനുഷ്യരെ കൊണ്ട് എന്നല്ല, ഒരു സൃഷ്ടികളെ കൊണ്ടും ഈ ഒരു വചനം പോലെ തുല്യമായത് കൊണ്ടുവരാൻ അസാധ്യമാണ്. സാധ്യമല്ല തന്നെ, അസാധ്യമാണത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ മഹത്വം നൽകി ഈ ഒരു ഗ്രന്ഥം നമ്മൾ പാരായണം ചെയ്യണ്ടേ, നമ്മൾ പഠിക്കണ്ടേ. നമ്മൾ നിത്യേന സോഷ്യൽ മീഡിയകളിൽ എത്ര സമയം ചിലവഴിക്കാറുണ്ട്.
എത്രയോ സമയം നമ്മൾ ചിലവഴിക്കാറുണ്ട്. ഒരു അഡിക്ഷനാണ് അതിൽ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കും, കുറച്ച് നേരം അതിൽ ചിലവഴിക്കും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ സമയങ്ങൾക്കെല്ലാം. ഫേസ്ബുക്ക് ഉണ്ടാകും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാകും, എക്സ് ഉണ്ടാകും, വാട്സപ്പ് ഉണ്ടാകും. ഇതിലെല്ലാത്തിലും നമ്മൾ ഒന്ന് കറങ്ങി ഇറങ്ങുമ്പോൾ എത്ര മണിക്കൂർ പോയിട്ടുണ്ടാകും ഒരു ദിവസം. എല്ലാം ഒന്ന് പരിശോധിച്ച് എല്ലാത്തിനും മറുപടി കൊടുത്ത് അല്ലേ, എത്ര സമയമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കലാമ് ഓതാൻ നമ്മൾ എത്ര സമയമാണ് ദിവസവും കൊടുക്കാറുള്ളത്? എത്ര സമയം? ഇത് റമദാനിൽ മാത്രം ഓതേണ്ട ഒരു ഗ്രന്ഥമല്ല. പലരും റമദാനാകുമ്പോൾ കുറച്ചൊക്കെ ഓതാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും അല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വിറുതുകളിൽ നിത്യേന പാരായണം ചെയ്യുന്ന ഒരു വചനമാകണം അള്ളാഹുവിൻ്റെ കലാം. നിത്യേന പാരായണം ചെയ്യുക കഴിയുന്നത് പോലെ. അത് ഒരിക്കലും റമദാനിൽ തുറന്നു വെച്ച് ബാക്കിയുള്ള മാസങ്ങൾ പൂട്ടിയേക്കേണ്ട ഒന്നല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ കിതാബുമായൊരു ബന്ധം നമുക്കുണ്ടാകണം. കഴിയുന്നത് പോലെ ചെറിയ സൂറകൾ, പ്രായമായവരും ഉണ്ടാകും, അറിയുന്ന സൂറകളൊക്കെ ഒന്ന് ഹിഫ്ളാക്കുക. ചെറിയ സൂറയെങ്കിലും, അമ്മ ജുസ് എങ്കിലും. അത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് പഠിച്ചതാണെങ്കിൽ അതൊന്ന് മനഃപ്പാഠം പുതുക്കുക. ആ പ്രയത്നം പോലും എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല, എനിക്ക് മറന്നു പോകും, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കലും പ്രതിഫലാർഹമാണ്. അത് പുണ്യമാണ്. മറന്നു പോട്ടെ, മറക്കാതിരിക്കാനാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, ഖുർആൻ ആവർത്തിക്കുന്നത്. ഈ ഖുർആൻ എന്നതിൻ്റെ തന്നെ അർത്ഥമായി വിവക്ഷയായി പറയുന്നത് ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്നതെന്നാണ് ഖുർആനിൻ്റെ ഒരു അർത്ഥമായി പണ്ഡിതന്മാർ പറയുന്നത്. അൽ മഖ്റൂ, അത് ആവർത്തിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പാരായണം ചെയ്യേണ്ടതെന്നാണ്. ഒരിക്കൽ പാരായണം ചെയ്ത് നിർത്തേണ്ടതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖുർആൻ അത് അഴിച്ചുവിട്ട ഒട്ടകത്തേക്കാൾ അതിവേഗം നമ്മിൽ നിന്ന് ഓടിപ്പോകുമെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, റമദാനായാലും അല്ലാത്തപ്പോഴൊക്കെ. റമദാനിൽ ഒന്നുകൂടെ, അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, റമദാൻ ആകുമ്പോൾ ഒന്നുകൂടി നമ്മൾ ഖുർആനുമായി നല്ല ബന്ധമുണ്ടാകണം. എല്ലാ റമദാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലുമായി ഖുർആൻ മുദാറസ നടത്തിയിരുന്നു എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ടും തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടും ഓതി കൊടുക്കും, ഖുർആൻ പരിശോധിക്കും. അവിടെ നിന്ന് വഫാത്താകുന്നതിൻ്റെ അവസാന റമദാനിൽ 2 തവണ മുദാറസ നടത്തിയെന്നാണ് ഖുർആൻ. സഹോദരങ്ങൾ, അതുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്, ഖുർആനിൽ ഖത്മ് ചെയ്യൽ ഏറെ പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഖത്മ് ചെയ്യുക, നമ്മൾ പാരായണം ചെയ്യുക. അതിൻ്റെ അർത്ഥ താല്പര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാനും കൂടെ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടമായിട്ടാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ്സലാ വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുന്നവർ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ രഹസ്യവും പരസ്യവുമായി ചിലവഴിക്കുന്ന ആളുകൾ, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ ഷഹ്റുൽ ഖുർആനായി നമ്മൾ കണ്ട് കൂടുതൽ തിലാവത്ത് നടത്തുക. നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ, സഹാബാക്കൾ, താബീങ്ങൾ, അയിമ്മത്തുകളൊക്കെയും വിശുദ്ധ റമദാനായാൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ദിവസവും ഖത്മ് ചെയ്തിരുന്ന ആളുകൾ പോലും സലഫിലുണ്ട്, മുൻഗാമികളിലുണ്ട്. നമ്മൾ ചിന്തിക്കും, ഒരു ദിവസം കൊണ്ടൊക്കെ ഖത്മ് ചെയ്യാൻ കഴിയുമോ എന്ന്. ഖുർആനിൽ അഗ്രഗണ്യരായ നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ, പാരായണം ചെയ്യാൻ കഴിവുള്ളവർക്ക് അത് വളരെ എളുപ്പമാണ്. എത്രയോ ചെറുപ്പക്കാരെക്കുറിച്ച് റമദാനിൽ 30-ലധികം ഖത്മ് ചെയ്ത ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ നിർവഹിക്കുന്ന ആളുകളുമുണ്ട്. അതൊരു ഒരിക്കൽ അസാധ്യമായൊരു കാര്യമൊന്നുമല്ല. എന്നാൽ അത് അള്ളാഹുവിൻ്റെ സഹായവും ഒരു ബറക്കത്തും ആവശ്യമാണ്. അങ്ങനെയൊക്കെ നിർവഹിക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞത് നമ്മൾ കഴിയുമ്പടി അത് ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, നമ്മുടെ മതഗ്രന്ഥമാണ്. പറയുന്നത് പോലെ തന്നെ, വിശേഷിപ്പിക്കുന്നത് പോലെ വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട്. ആ കലാം നമ്മൾ എഴുതി സൂക്ഷിക്കുന്നത് മുസ്ഹഫിലാണ്. ആ വചനങ്ങൾ ആദ്യകാലം മുതലേ നമുക്ക് സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, അവിടെ നിന്ന് എഴുതില്ല, വായിക്കില്ല. ഹൃദയത്തിലേക്കാണ്. അല ഖൽബിക എന്ന് പറഞ്ഞു. പ്രവാചകരുടെ മനസ്സിലേക്കാണ് ഈ ഖുർആൻ ഇറക്കിയത്. അത് ഹിഫ്ളായിരുന്നു. സ്വഹാബാക്കൾ അങ്ങനെ കാണാതെ പഠിച്ചു പോന്നു. അങ്ങനെ തന്നെ ഒരു
അക്ഷരവും തെറ്റാതെ അവർ അങ്ങനെ തന്നെ ഹിഫ്ളാക്കി. അതിന്നും അനുസ്യൂതം തുടരുന്നു. അതിൻ്റെ ഇടയിലുള്ള ഒരു വസീലയാണ് എഴുതുക എന്നുള്ളത്, മുസാഫിലാക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ മുസാഫിൽ വായിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ അതിനും ചില മര്യാദകളൊക്കെ ഉണ്ട്, പാരായണ മര്യാദകൾ ഉണ്ട്. അത് പലതും അറിയുന്നതാകും, എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് അതൊക്കെ പാലിച്ച് തന്നെ പാരായണം ചെയ്യണം. അള്ളാഹുവിൻ്റെ കലാമ് തുറന്നാൽ നമ്മൾ മുസാഫ് കയ്യിലെടുക്കുന്നതിന് മുമ്പ് വുദൂ ചെയ്യൽ അത് സുന്നത്താണ്. എന്നാൽ ചില പണ്ഡിതന്മാർ വാജിബാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. മുസാഫ്, അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം, ഏട്, അത് ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുകയില്ല. അപ്പോൾ തൊഹാറത്ത് വരുത്തുക, ശുദ്ധി ഉണ്ടാക്കുക, വുദൂ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞത് പ്രബലമായ സുന്നത്താണ്. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നിർബന്ധമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വരം മാറി. എന്താണ് അതിൻ്റെ അർത്ഥം? അത് ചെയ്യാതെ നമ്മൾ ആ ഒരു കർമ്മത്തിലേക്ക് പ്രവേശിച്ചാൽ തെറ്റുണ്ട്, കുറ്റം കിട്ടുമെന്നാണ്. ആണല്ലോ ആ നിർബന്ധം എന്ന് പറയുന്നതിൻ്റെ സ്വരം തന്നെ അങ്ങനെയാണല്ലോ. അത് ചെയ്തില്ലെങ്കിൽ തെറ്റാണ്, അയാൾ മനുഷ്യൻ ചെയ്ത ഒരു കുറ്റമാണ് എന്നാണ്. അപ്പം അങ്ങനെ പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി വുളു എടുത്തുകൊണ്ട് തന്നെ, വുളു പറഞ്ഞാൽ ഒരു വുളു എടുത്താൽ അത് അയാൾക്ക് വീണ്ടും പ്രതിഫലമാണ്. വുളു എടുക്കലൊരു ഇബാദത്താണ്. ഒരു ഇബാദത്തിന് വേണ്ടി മറ്റൊരു ഇബാദത്ത് എടുക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കുക. വുളുവോടുകൂടി മുസാഫ് എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. എന്നാൽ മനപ്പാഠം ഓതുന്നതിനോ ഖുർആൻ കേൾക്കുന്നതിനോ ഒന്നും വുളു അത്രയേറെ ഒരു പ്രബലമായ സുന്നത്തല്ല. അതിലും വുളു ഉണ്ടാകൽ നല്ലത് തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന് സിവാക്ക് ചെയ്യൽ. ഖുർആൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ സിവാക്ക്, പല്ല് തേക്കുക എന്നുള്ളതും ഇതിൽ സുന്നത്താണ്. അത് മത്ഹറത്തുല്ലിൽ ഫം മർലാത്തുല്ലിൽ റബ്ബ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അത് വായ്ക്ക് ദന്തശുദ്ധീകരണമാണ്, റബ്ബിന് പ്രിയമാണ്. അത് ഖുർആൻ ഓതുമ്പോൾ ഒന്നുകൂടെ പ്രബലമായി വരുന്നു, നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ ഖുർആനിൻ്റെ ചില പാരായണ നിയമങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഒരു പുസ്തകം വായിക്കും പോലെ, ഒരു അറബി പുസ്തകം വായിക്കും പോലെ അല്ല. ഖുർആനിൽ ചില നിയമങ്ങളുണ്ട്, പാരായണ മര്യാദകളുണ്ട്. അതറിയുന്നവർ അതോടുകൂടി തന്നെ പാരായണം ചെയ്യണം. അറിയാത്തവർ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എല്ലാ പാരായണ നിയമങ്ങളും അറിയില്ല എന്ന് കരുതി ഓതാണ്ടിരിക്കണ്ട. ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഘട്ടം ഘട്ടമായി അതിൽ പിന്നെ പുരോഗമനം ഉണ്ടാകും, നമ്മുടെ പാരായണത്തിന് മെച്ചമുണ്ടാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വളരെ ഭയഭക്തിയിൽ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലരെങ്കിലും പാരായണം ചെയ്യുന്ന സമയത്തും പിന്നെ ഒരു മൊബൈൽ ശ്രദ്ധ, പിന്നെ വേറെ മറ്റു ചില സംസാരങ്ങൾ, അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ അള്ളാഹുമായുള്ള മുനാജാത്തിലാണ്, സംഭാഷണത്തിലാണ്. അപ്പോൾ മുസാഫ് തുറന്നാൽ ബാക്കിയുള്ള എല്ലാ ശുഗലുകളും തിരക്കുകളും നമ്മൾ മാറ്റിവെച്ച് ഖുർആനിലേക്ക് നമ്മുടെ ഹൃദയം കൊടുത്ത് നമ്മൾ ഇരിക്കുക. അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ ഇസ്തിആദ നടത്തുക. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഇസ്തിആദ നടത്തേണ്ടതുണ്ട്. അത് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതാണ്. പിശാചിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഖുർആൻ ഓതാനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് വെച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിലും നമ്മൾ ഓതി ഒരിടത്ത് നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ തുറക്കുമ്പോഴും മുസഫ് തുറക്കുമ്പോഴും നമ്മൾ ഇസ്തിആദ കൊണ്ട് തുടങ്ങുക. എന്നാൽ ഒരു സൂറയുടെ തുടക്കമാകുമ്പോൾ അതിൽ ബിസ്മി കൂടി ഉണ്ടാകും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമ്മൾ പാരായണം ചെയ്യണം. സൂറത്ത് തൗബ ഒഴികെ, നമുക്കറിയുന്ന കാര്യമാണ് സൂറത്ത് തൗബ ഒഴികെ. ഇനി ഇടയ്ക്ക് വെച്ച് ഓതുമ്പോൾ നമുക്ക് ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ബിസ്മി തുടക്കത്തിലില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇസ്തിആദ നമ്മൾ ചെയ്യണം. പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കണം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് തന്നെ പാരായണം തുടങ്ങണം. അതുപോലെ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെയാണ് ഓതുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നെറ്റൊക്കെ ഓൺ ചെയ്ത് വെക്കുമ്പോൾ മറ്റ് മെസ്സേജുകൾ വരും. ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ഒരാൾക്ക് മറുപടി കൊടുക്കും. അതൊരു അദബല്ല, ഖുർആനിനോടുള്ളൊരു അദബല്ല, പലരിലും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക തന്നെ വേറെ കുറേ കാര്യങ്ങളിലും മുഴുകുക, നമ്മൾ ചാറ്റ് ചെയ്യുക. അതൊരു നല്ല രീതിയല്ല. അള്ളാഹുവിൻ്റെ കലാമിന് നമ്മൾ അർഹിക്കുന്നൊരു ബഹുമാനം അത് കൊടുത്തേ മതിയാകൂ. അത് ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും അള്ളാഹു അവൻ പരിപൂർണ്ണ സംതൃപ്തിയോടെ സ്വീകരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാം എത്തിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ഏകുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാം കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ എത്തിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.